ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിചയപ്പെടാതിരിക്കാൻ എന്തു ന്യായാ ഉള്ളത്? ഈ ആകാശ ഭൂമികളിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രകടമായ ചിത്രങ്ങളാണ്. അള്ളാഹു ഉണ്ടെന്നതിനുള്ള തെളിവാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അള്ളാഹു ആകാശഭൂമികളുടെ ചൈതന്യമാകുന്നു, ആകാശഭൂമികളുടെ പരമസത്യമാകുന്നു അല്ലാഹു. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സത്യമാകുന്നു അല്ലാഹു. ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് അവിടെ. ഇമാം നസഫി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് ഐ ഹഖ്ഖുഹുമാ നൂറുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ രഹസ്യങ്ങളുടെ രഹസ്യം, അതിലെ പരമസത്യം, ഇതൊക്കെ കൃത്യമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നേരത്തെ ബഹുമാനപ്പെട്ട മുത്തലിബ് ഉസ്താദ് സൂചിപ്പിച്ചത്. ആകാശവും ഭൂമിയും എപ്പോഴും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഇന്നല്ലാഹ യുംസിക്കുസ് സമാവാതി വൽ അർദ അൻ തസൂല. അതെ, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ആകാശഭൂമികൾ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഒരു സെക്കൻഡെങ്കിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് ആ ഒരു ശ്രദ്ധ എന്ന് പോയാൽ അതോടുകൂടെ ആകെ തകരുന്നു. അതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം എന്ന് പറഞ്ഞത് അവിടെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഒരു മയക്കം പോലും ബാധിക്കില്ല. എന്നിട്ടല്ലേ കൂർക്കം വലിച്ചുറങ്ങല്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. കാരണം ഒരു സെക്കൻഡ് അല്ലാഹു തആല ഒന്നങ്ങോട്ട് മയങ്ങിപ്പോയാൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ആകാശവും ഭൂമിയും ഒക്കെ എന്താകും? ആകാശവും ഭൂമിയും ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒന്നങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ അള്ളാഹു അത് കൈവിട്ടതിന് ശേഷം, അള്ളാഹുവിന്റെ നിയന്ത്രണം വിട്ടതിന് ശേഷം ഇല്ല, അതിനെ നിയന്ത്രിക്കാൻ ഒരാളും ഈ ഭൂമിയിലില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തറപ്പിച്ച് പറയുന്നു. അപ്പോൾ ഈ കൃത്യമായ ഗോളങ്ങളുടെ ചലനങ്ങള്, പ്രപഞ്ച രഹസ്യങ്ങള് മുഴുവനും ചെന്നുമുട്ടുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. ആകാശത്തെ അല്ലാഹു ഉണ്ടാക്കിയതാണ്, ഭൂമിയെ അല്ലാഹു ഉണ്ടാക്കിയതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭക്ഷണം സംവിധാനിച്ചിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും ഭക്ഷണം കിട്ടാതെ ഒരു പക്ഷി ഇവിടെ മരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഏതെങ്കിലും ഒരു ജീവി മരിക്കുന്നില്ല. മറ്റെന്തോ കാരണങ്ങളെ കൊണ്ടൊക്കെ മരിക്കുന്നുണ്ടാകും. ഭക്ഷണം കൃത്യമായിട്ട് എല്ലാ ദിവസവും അതിന് കിട്ടുന്നുണ്ട്. എന്താ കാരണം? അത് അല്ലാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു എന്നതാണ്. ഞാൻ പറയുന്നു, ഇവിടെ നടന്നു വരുന്ന ഭക്ഷണ സംവിധാനം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യക്തമായ തെളിവാണ്. ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, ഒരു അഭ്യസ്ത വിദ്യനായ ഒരു സ്കൂൾ സാർ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ആ ഒരു ഉദാഹരണത്തെക്കുറിച്ച് ഞാൻ വല്ലാതെ ചിന്തിച്ചു പോയി. അതൊരു വല്ലാത്ത കാരണം, വല്ലാതെ എന്നെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ ഉദാഹരണം എന്നറിയോ? ഓരോ വസ്തുവിനുമുള്ള ഭക്ഷണം അള്ളാഹു കൊടുക്കുന്നുണ്ട്. അള്ളാഹു ഉണ്ടെന്നതിൻ്റെ തെളിവാണ് ഓരോ ജീവിക്കും അള്ളാഹു വെച്ചിരിക്കുന്ന, നിശ്ചയിച്ചിരിക്കുന്ന ഭക്ഷണ രീതികളില് പടച്ചോൻ എന്ന ആസ്തിക്യത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എവിടെ? ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, ചീങ്കണ്ണിയെ എടുത്തോ. ചീങ്കണ്ണി മുതലാന്ന് പറയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ മുതലാന്ന് പറയാറുണ്ട്. ചീങ്കണ്ണി, ഈ ചീങ്കണ്ണി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ പല്ല്, ആ പല്ലുകൾക്കിടയിലൊക്കെ മാംസത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അത് കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. ഇത് വൃത്തിയാക്കാന് ചീങ്കണ്ണിക്ക് ബ്രഷ് ചെയ്ത് വൃത്തിയാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിൻ്റെ നാവ് കൊണ്ട് പോലും അതൊന്ന് തുഴഞ്ഞെടുത്തിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ സാധിക്കാത്ത ഒരു ജീവിയാണ്. ആ ചീങ്കണ്ണി എന്താ ചെയ്യുന്നതെന്നറിയോ? ഭക്ഷണം കഴിച്ച് പല്ലിനിടയിലൊക്കെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകുമ്പം ആ ചീങ്കണ്ണി അതാ നടുക്കടലിൽ വന്നിട്ട്, ഇതേക്കുറിച്ച് പറഞ്ഞ ജീവശാസ്ത്രം വിവരിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും. ഞാൻ പറയുന്നത്, മോമിനീങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാ വരുത്തുക. ശരിക്ക് ചിന്തിച്ചോളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഈ ഭൂമിയിൽ അല്ലാഹു ജീവൻ നൽകിയ ഏതു വസ്തുവിനും വമാ മിൻ ദാബത്തിൻ അലൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, വായ കീറിയ തമ്പുരാൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. ഏതൊരു ജീവി ഈ ഭൂമിയിലുണ്ടോ ആ ഭൂമിക്കുള്ള ഇര അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചിട്ടുണ്ട്, പടച്ച റബ്ബ് സംവിധാനിച്ചിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഈ ചീങ്കണ്ണി
വയറ് നിറച്ചു കഴിഞ്ഞാൽ അതിന്റെ വായു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വാ പിളർത്തിയിട്ട് നടുക്കടലിൽ വന്നിട്ട് വായും പൊളിച്ചിങ്ങനെ കിടക്കുകയാണ്. ആരെ കാത്തിരിക്കുകയാണ്? കിലോമീറ്ററുകൾ അകലെ, അല്ലെ, കരയുമായി യാതൊരു ബന്ധവുമില്ല ഈ നടുക്കടലിന്. അതിങ്ങനെ വായും പൊളിച്ച് കിടക്കുന്ന സമയത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു പക്ഷി, ആ പക്ഷിയുടെ ഭക്ഷണം ഈ ചീങ്കണ്ണിയുടെ പല്ലിനുള്ളിലുള്ള ഈ മാംസച്ചീളുകളാണ്. എന്നിട്ട് കിലോമീറ്ററുകൾ താണ്ടി, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അന്തരീക്ഷത്തിലൂടെ താണ്ടി വന്ന് ഈ നടുക്കടലിൽ കൃത്യമായി വായും പൊളിച്ചു നിൽക്കുന്ന ഈ ചീങ്കണ്ണിയുടെ വായിലിറങ്ങിയിട്ട് അതതാ അതിന്റെ അണപ്പല്ലിൽ നിന്ന് പോലും അതിന്റെ ഭക്ഷണം ഇങ്ങനെ കൊത്തി വലിക്കുമ്പോ ചീങ്കണ്ണി വായടക്കുന്നില്ല. വായടച്ചാൽ പക്ഷിയുടെ കഥ കഴിഞ്ഞത് തന്നെ. വായടക്കുന്നില്ല, അതങ്ങനെ പൊളിച്ചു കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം വൃത്തിയാകുന്ന സമയത്ത് പക്ഷി പാറിപ്പോരുന്നു, ചീങ്കണ്ണി താഴോട്ടും പോകുന്നു. എന്റെ ചോദ്യം, ആരാ ഈ ചീങ്കണ്ണിയോട് പറഞ്ഞത് പോയി വായും പൊളിച്ച് അവിടെ കിടന്നോ ഒരു പക്ഷി വരാനുണ്ട് എന്ന് പറഞ്ഞത് ആരാ? യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. സംശയിക്കണ്ട, പടച്ച റബ്ബിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളും എല്ലാവരും അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോടും നിങ്ങളോടും പറയുന്നു, ഓ മനുഷ്യ, നീ കാണുന്നില്ലേ? ഹബീബായ നബി തങ്ങളോട് ആദ്യമായി ചോദിക്കുന്നു, നമുക്കും ഇത് ബാധകമാണ്. അലം തറ, ഓ നബിയെ, അങ്ങ് കാണുന്നില്ലേ? അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. ആകാശഭൂമികളിലുള്ള എല്ലാം അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു, ഇങ്ങനെ അങ്ങോട്ട് വദ്ദവാബ്, അതെ, എല്ലാം ഉണ്ട്. അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാത്ത ഒരു സാധനത്തെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാൽ വശജറു വദ്ദവാബ്. സൂര്യൻ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്, ചന്ദ്രൻ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്, നക്ഷത്രങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്, മരങ്ങൾ അള്ളാഹുവിന് വേണ്ടി, സസ്യലതാദികൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. വദ്ദവാബ്, സർവ്വ ജന്തുക്കളും അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. അതെ, ആ ജന്തുക്കളിൽ ഒരു ജന്തുവാണ് ഈ ചീങ്കണ്ണി. വദ്ദവാബ് വകസീറും മിനന്നാസ്. എന്നാൽ അതേ ഒഴുക്കിൽ അല്ലാഹ് പറയുകയാണെങ്കിൽ വന്നാസു എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അങ്ങനെ അള്ളാഹു പറഞ്ഞില്ല, അല്ലേ? യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറും മിനന്നാസ് വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്. എന്തേ അള്ളാഹു അങ്ങനെ പറഞ്ഞു? വന്നാസ് എന്നല്ലേ പറയേണ്ടത്? കാരണം മനുഷ്യന്മാര്, ഞാൻ വിവേകവും വിശേഷ ബുദ്ധിയൊക്കെ കൊടുത്ത് പടച്ച മനുഷ്യന്മാര് കുറച്ച് ആളുകള്, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവർ അഹങ്കരിച്ചുകൊണ്ട് മസില് പിടിച്ചു നിൽക്കുകയാണ്. വകസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ നല്ല ഒരു വിഭാഗം എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്. അതേസമയം മറ്റൊരു വിഭാഗം, ആ വിഭാഗത്തിന് എന്റെ ശിക്ഷ നിർബന്ധമായിരിക്കുകയാണ്. അവരുടെ കോലവും രൂപവും അക്കോലത്തിലാണ്. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്. വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആരാണ് ഈ മുതലക്ക് വിവരം കൊടുത്തത്? ചീങ്കണ്ണിക്ക് അള്ളാഹുവാണ്. എന്നാ പോവട്ടെ, ഈ പക്ഷിക്ക് കിലോമീറ്ററുകൾ താണ്ടി പറന്നു പോയിക്കോ, അതും കടലിലൂടെ തന്നെ പോ. അവിടെയുണ്ടൊരു ചീങ്കണ്ണി വായും പൊളിച്ച് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചീങ്കണ്ണിയുടെ വായിലേക്ക് ഈ പക്ഷിയെ കൊണ്ടുവന്നതാരാണ്? ഇവിടെയാണ് നമുക്ക് മനസ്സിലാകുന്ന രഹസ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ച റബ്ബിനെ കണ്ടെത്തിക്കാൻ കഴിയുന്ന ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പറഞ്ഞ സമയത്ത് ഈയുടെ അടുത്തായിട്ട് ഒരു സഹോദരൻ, സ്കൂളിൽ പഠിപ്പിക്കുന്ന, ബയോളജി പഠിപ്പിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു സാർ എന്നോട് പറഞ്ഞു, ഉസ്താദേ, അതിൽ വേറെ ഒരു അത്ഭുതവും കൂടെ ഉണ്ട്. ശാസ്ത്രജ്ഞന്മാരൊരു പരീക്ഷണം നടത്തി. ഈ ചീങ്കണ്ണിയുടെ വായിലേക്ക് വേറെ പക്ഷിയെ വിട്ടുകൊടുത്തു നോക്കി. ആ സമയത്ത് ചീങ്കണ്ണി വായടക്കാണ്. കണ്ടോ? അതിനെ സ്വീകരിക്കുന്നില്ല. അതിന്റെ വായ വൃത്തിയാക്കാനുള്ള പക്ഷി ഏതാണോ അതിന് മാത്രമാണ് വായ പൊളിച്ച് കാണിച്ചു കൊടുക്കുന്നുള്ളൂ. ആരാണ് ഇതിന്റെ പിന്നില്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അംഗീകരിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല.
ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഭൂമിയിൽ എന്ന് മാത്രമല്ല പ്രപഞ്ചത്തിലെ ഓരോ ചലനങ്ങളെയും നാം നിരീക്ഷിക്കുകയാണെങ്കിൽ, നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതാണ്, ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെറുതെ പറഞ്ഞതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഉദാഹരണം എവിടെയാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്? ഏത്? ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു ത്വയ്ർ. നിങ്ങൾ അല്ലാഹുവിനെ തവക്കുലാക്കേണ്ട ക്രമത്തിൽ പടച്ചോനിൽ നിങ്ങളെ കാര്യം അങ്ങോട്ട് ഏൽപ്പിച്ചാൽ ലറസഖകും, അല്ലാഹ് നിങ്ങൾക്ക് ഭക്ഷണം തരും. കമാ യർസുഖു ത്വയ്ർ, പക്ഷിക്ക് കൊടുക്കും പോലെ. ഈ പക്ഷി ഇന്നലത്തേത് ഇന്നത്തേക്ക്, ഇന്നലെ കിട്ടിയ ഭക്ഷണം ഇന്നത്തേക്ക് സ്റ്റോക്ക് ചെയ്യുന്നില്ല. ഇന്നത് അള്ളാഹുവിൽ തവക്കുലാക്കി അങ്ങോട്ട് പുറപ്പെടുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പക്ഷി പുറപ്പെട്ടിട്ട് അതിന്റെ വയറ് നിറയാതെ കൂട്ടിലേക്ക് മടങ്ങാറുണ്ടോ? ഇല്ല. തഖദു ഹിമാസൻ വതറൂഹു ബിതാന. മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, വയറൊട്ടിയാണ് കൂട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോകുക, പക്ഷെ വരുമ്പം വീർത്ത വയറാണ്, നിറവയറുമായിട്ടാണ് അത് തിരിച്ച് കൂട്ടിലേക്ക് അണയുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി. ഇതേ രൂപത്തിലാണ് അള്ളാഹുവിൽ തവക്കുലാക്കേണ്ട ക്രമത്തിൽ തവക്കുലാക്കിയാൽ ഒരു ഹറാമായ ബിസിനസ്സും നോക്കണ്ട, ഒരു ഹറാമായ ബിസിനസ്സും നോക്കണ്ട. കാര്യങ്ങൾ നടക്കാൻ ഞാൻ എന്താ ചെയ്യാന്ന് ബേജാറാവണ്ട. 5 നേരം നിസ്കരിച്ച് പടച്ചോനെ തഖ്വയും ചെയ്ത് ജീവിക്കുകയാണോ നീ? നല്ല ഉദ്ദേശത്തില് പടച്ചോനെ എന്റെ പെണ്ണിനെയും കുട്ടികളെയും പോറ്റാനുള്ള വക ഇന്ന് നീ എന്റെ കയ്യിലേൽപ്പിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിക്കോ. അള്ളാഹു തരും, തരാതിരിക്കില്ല. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നീ പ്രയാസപ്പെടുന്ന ഒരു ചുറ്റുപാടുണ്ടാവില്ല. അത്തരത്തിലുള്ള തവക്കുല് നിനക്ക് വേണം. പുറത്തിറങ്ങണം. തവക്കുലാക്കി ഒരേ കുത്തിർന്നാ പറ്റില്ല. കാരണം എന്താ? ഒരേ ഇരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? ഒരേ കുത്തിയിരുന്നാൽ നടക്കില്ല എന്ന് പറയാൻ കാരണം എന്താണ്? അങ്ങനെ ഒരു പക്ഷി, ആ പക്ഷി കൂട്ടിലിങ്ങനെ തവക്കുലാക്കി ഇരുന്നാൽ അതിന് കിട്ടൂല ഭക്ഷണം. അത് ഇറങ്ങണം, ഭക്ഷണം തേടണം. അപ്പൊ അള്ളാഹു അതിന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക ചെയ്യുന്നത്. കമാ യർസുഖു ത്വയ്ർ. അതുകൊണ്ട് പുറത്തിറങ്ങണം. ഇറങ്ങാതെ മൂലയിൽ ഇരുന്നിട്ട് തവക്കുൽ എന്ന് പറഞ്ഞാൽ അതിന് തവക്കുൽ എന്നല്ല പേര്, തവാക്കുൽ എന്നാണ് പണ്ഡിതന്മാർ അതേക്കുറിച്ച് പറഞ്ഞത്. തവാക്കുൽ എന്ന് പറഞ്ഞാൽ തവക്കുൽ അഭിനയം, അഭിനയ തവക്കുൽ, അതാണ് തവാക്കുൽ. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തൊരു വലിയ രഹസ്യം ഇതൊക്കെ. നിങ്ങൾ പലപ്പോഴും എന്റെ മുന്നിലിരിക്കുന്ന മുത്താലിമീങ്ങളോട് ഞാൻ പറയാൻ, നിങ്ങൾ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ടാകും. പലപ്പോഴും സിയാറത്ത് ടൂറിനൊക്കെ പോകുമ്പോൾ ഒരു മൃഗശാലയെങ്കിലും നമ്മൾ സന്ദർശിക്കുമല്ലോ, അള്ളാഹുവിന്റെ അത്ഭുതങ്ങളൊക്കെ കാണാൻ വേണ്ടി. ആ മൃഗശാലയിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചീങ്കണ്ണികൾ ധാരാളം ഉണ്ടാവും മൃഗശാലയിൽ. അപ്പൊ അവിടെ പോയിട്ട് ആ ചീങ്കണ്ണിക്കുളത്തിൽ നിന്ന് കയറി കിടക്കുന്ന ചീങ്കണ്ണികൾ എങ്ങനെ കാണാൻ പറ്റും? ചത്ത് കിടക്കുകയാണോ എന്ന് തോന്നും. ആ സാധനത്തിന്റെ പ്രത്യേകത അങ്ങനെയാണല്ലോ. അത് പലപ്പോഴും അങ്ങനെ പൊളിച്ച് കിടക്കുന്നുണ്ടാവും. അതിലൊരു ചെറിയ പക്ഷി വന്നിട്ട് അതിന്റെ വായിൽ കയറിയിരുന്നിട്ട് അതിന്റെ പല്ലിനുള്ളിൽ നിന്ന് വരെ ആ സാധനം ഇങ്ങനെ കൊത്തി വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ ഒരിക്കൽ ഇത് അടുത്ത് കണ്ടപ്പോ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിളിച്ച്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ വിദ്യാർത്ഥികളെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ ഖുദ്റത്ത്. പടച്ച റബ്ബാൻ ഈ പക്ഷിക്ക് വിവരം നൽകിയത്. പക്ഷേ അത് മൃഗശാലയത്തത് പറഞ്ഞാൽ അത്ര കടുപ്പുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ നടുക്കടലിലെ വിവരം പറഞ്ഞത്. അവിടെ നമുക്ക് അത്ഭുതം കൂടുതൽ തോന്നുള്ളൂ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് 4 ദിവസം കണ്ടപ്പോൾ എൻ്റെ ഭക്ഷണമാണെന്ന് മനസ്സിലാക്കി എന്നൊക്കെയാണ് പറയും യുക്തിവാദികളും നിരീശ്വരവാദികളും. അത് പറയാതിരിക്കാൻ വേണ്ടിയാണ് നടുക്കടലിലെ ചീക്കണ്ടിയിലേക്ക് പോയത്. അത്ഭുതം തന്നെയല്ലേ ഇത്? വലിയ അത്ഭുതമാണ്. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെടാൻ മാത്രം ദൃഷ്ടാന്തങ്ങള് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതിന്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തൊക്കെ വേണോ അത് മുഴുവനും യഥാർത്ഥത്തില് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ കുർസിയിൽ തന്നെ നോക്കിയാൽ കാണാം. അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് 24-ാം തീയതി മുതൽ 28-ാം തീയതി വരെ മലപ്പുറത്ത് വെച്ചൊരു സ്ഥലത്ത് ആയത്തുൽ കുർസി അതിന്റെ 5 ദിന പ്രഭാഷണം നടക്കാൻ പോവുകയാണ്. ആയത്തുൽ കുർസിയെ കുറിച്ച് 5 ദിവസത്തെ പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ആ വിഷയങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പറയും. അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യമായി സമ്മതിച്ചത്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലേ? ലോകത്ത് മറ്റാരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് മുമ്പ് പറഞ്ഞത് ആരാ? അള്ളാഹുവാ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അവിടുന്ന് തുടങ്ങണം. സ്വന്തത്തിന് വേണ്ടിയുള്ള സാക്ഷ്യം കഴിഞ്ഞ് മലക്കുകളുടെ സാക്ഷ്യം, പിന്നെ ജ്ഞാനികളുടെ സാക്ഷ്യം, അങ്ങനെ അങ്ങോട്ട് പോരാണ് ഖുർആന്റെ ശൈലി.
ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നില്ല, കാരണം ഇപ്പൊ അങ്ങനെ അത് വിശദമായി വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് ഇങ്ങനെ പറയലല്ല, അത് മനസ്സിലുറപ്പിച്ച പടച്ച റബ്ബിൽ നല്ല തവക്കുലോടുകൂടി ജീവിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ഹലാലും ഹറാമും ജീവിതത്തിൽ സൂക്ഷിച്ചു ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടു എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനവും ഒരു അധര വ്യായാമമായി മാറും, അതിനൊന്നും ഫലം ഉണ്ടാവില്ല. ഇത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിൽ തന്നെ നമുക്ക് പറയേണ്ട ഒന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്തിന്റെ കാര്യത്തില് അല്ലാഹു അല്ലാതെ ലോകത്തൊരാളുമില്ല, ഒരാൾക്കും വകവെച്ചു കൊടുക്കാനും പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ വിഷയമാണ്. ആ വിഷയത്തില് നമ്മൾ കടുകട്ടിയായി തന്നെ നിൽക്കുന്ന 100% ഈ കാര്യത്തില് നമുക്കൊരു വിട്ടുവീഴ്ചയുമില്ല. 100% നമ്മൾ ഇതില് പൂർണ്ണമായിട്ടും ഗൗരവമായ നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തേത് അതെന്താ? മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകരാണെന്ന് വിശ്വസിക്കണം. റിസാലത്ത് അതെങ്ങനെയാ വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കേണ്ടത്? സൂറത്തുൽ അറാഫില് നേരത്തെ നമ്മൾ ആലമുൽ അർവാഹിൽ നിന്ന് നടന്ന ആ മീസാക്കിനെ കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ അറാഫിന്റെ 172-ാമത്തെ ആയത്തിലായിരുന്നു. ആ സൂറത്തുൽ അറാഫിൽ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോടും നിങ്ങളോടും പറയുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ കാണിക്കേണ്ട നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് പടച്ച റബ്ബ്. എന്താണത്? ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഫല്ലദീന ആമനൂ ബിഹി, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഒരു ദീർഘമായ ആയത്തിനിങ്ങ് പ്രതിപാദിച്ച് ആ ആയത്ത് മുഴുവനും പറഞ്ഞിട്ട് പറഞ്ഞു ഫല്ലദീന ആമനൂ ബിഹി, ആ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചവർ, വഅസ്സറൂഹു, ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചവർ, വഅസ്സറൂഹു വനസറൂഹു, ഹബീബിനെ ബഹുമാനിക്കുകയും ഹബീബിനെ സഹായിക്കുകയും ചെയ്തവർ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹബീബിനെ സഹായിച്ചവർ, വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, അതേ രൂപത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ അവതരിപ്പിക്കപ്പെട്ട വെളിച്ചത്തെ പിന്തുടർന്ന് ജീവിച്ചവർ. ഇവരാരാണോ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന അവരാണ് വിജയികൾ. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോടുകൂടെ ഒരു വിശ്വാസി കാണിക്കേണ്ട 4 സമീപനങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് 4 കണ്ടീഷനായി ഒരു വിശ്വാസി നിർവഹിക്കുന്നുണ്ടോ അന്നേ അവന് ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത് ഉൾക്കൊണ്ടിട്ടുള്ളൂ. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, വിശ്വസിച്ചാൽ മാത്രം പോരാ. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിച്ചാൽ പോരാ. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കാൻ തയ്യാറാവണം. ഈ ആദരവാണ് വ്യതിയാന ചിന്താഗതിക്കാരന് കൈമോശം വന്നത്. ഈ ആദരവാണ് വളരെ ഗൗരവത്തോടു കൂടെ ചർച്ച ചെയ്യേണ്ടതും. ഈയിടെ അടുത്തായിട്ട് ഒരു മൗലവിയുടെ പ്രഭാഷണം, CD കാസറ്റിലെ പ്രഭാഷണം കേട്ടപ്പോ വല്ലാതെ വിഷമിച്ചു പോയി. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കേട്ടപ്പോ സഹോദരാ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. ഇയാളും പറയുന്നു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന്. എന്തർത്ഥമുണ്ട് ഈ വാക്കിന്? എന്താ? റസൂലുള്ളാഹി തങ്ങൾ 40 വയസ്സിൽ നുബുവത്ത് കിട്ടുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു, അതുവരെ നുബുവത്ത് കിട്ടുന്നത് വരെ മുഹമ്മദ് റസൂലുള്ളാഹി കേവലം ഒരു മേമാക്കയാണ്. എനിക്കത് പറയാൻ പേടിയാകുന്നുണ്ട്. ഈ സദസ്സിന്റെ മഹത്വം ആലോചിച്ചിട്ട്, എന്റെ മുമ്പിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മഹത്വം ആലോചിച്ചിട്ട്, നാം പറയുന്ന വചനങ്ങളുടെ ബറക്കത്ത് ആലോചിച്ചിട്ട് പറയാൻ പേടിയുണ്ട് സുഹൃത്തെ. കാരണം മറ്റൊരാൾ പറഞ്ഞത് ഉദ്ധരിച്ചാൽ പോലും ഇവിടെ അദാബ് ഇറങ്ങിപ്പോകുമെന്ന് പേടിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
കേവലം ഒരു മഴമാഖയായിരുന്നു എന്ന് അവതരിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം കേവലം ഒരു മൂസാഖയായിരുന്നു എന്ന് അവതരിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. എന്തൊരു പിഴച്ചുപോക്കാണിത്, ആവരുത്. ഇങ്ങനെയാണോ റസൂലുള്ളാഹി തങ്ങളെ ആദരിക്കേണ്ടത്? എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളെ ആദരിക്കേണ്ടത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റിസാലത്ത് നൽകിയിട്ടുണ്ട്. സർവ്വ സൃഷ്ടികളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അംഗീകാരം നൽകി പടച്ചയാളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നല്ല, ആദം നബിക്കടക്കം റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം എന്ന മീസാഖ് അല്ലാഹു വാങ്ങിയിട്ടുണ്ട്. ഖുർആനിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ പറഞ്ഞൂടെ? പറയാം, വഇദ അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ, എല്ലാ നബിമാരോടും അല്ലാഹു കരാർ വാങ്ങിയിട്ടുണ്ട്. ലമാ തൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രവാചകത്വം, നിങ്ങൾക്ക് പ്രവാചകത്വം നൽകി, നിങ്ങൾക്ക് ഞാൻ നൽകിയ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ പ്രവർത്തന കാലയളവിൽ എന്തെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹി വന്നാൽ ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. ആദൻ നബിയോടും എല്ലാ നബിമാരോടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആരുടെ കാലഘട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നാലും അന്ന് നിങ്ങൾ റസൂലുള്ളാഹിനെ അംഗീകരിക്കണം, അന്ന് നിങ്ങൾ റസൂലുള്ളാഹിനെ സഹായിക്കാൻ തയ്യാറാവണം. പിന്നീട് നിങ്ങൾക്ക് ലീഡർഷിപ്പ് ഇല്ല, നിങ്ങൾ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിയാണ്. നിങ്ങൾ കേവലം ഉമ്മത്തിയായി നിങ്ങളുടെ നേതൃസ്ഥാനം നഷ്ടപ്പെടുന്നു. പിന്നെ നിങ്ങൾ നേതാവല്ല, പിന്നെ നേതാവ് മുഹമ്മദ് മുസ്തഫയാണ്. അതിന് പറ്റുമോന്ന് ചോദിച്ചപ്പോ എല്ലാ നബിമാരും പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ അതിന് റെഡിയാണ്. എന്നിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വാക്ക് ഇങ്ങോട്ട് വാങ്ങിയതിന്റെ ശേഷമാണ് എല്ലാ നബിമാരെയും അല്ലാഹു നബിമാരായിട്ട് നിയോഗിക്കുന്നത്. നമ്മളോടൊക്കെ ആലമുൽ അർവാഹിൽ റബ്ബല്ലേ എന്ന് ചോദിക്കുമ്പോൾ നബിമാരോട് ഒരു എക്സ്ട്രാ ചോദ്യം അവരോട് ചോദിച്ചിട്ടുണ്ട്. അത് ഇതായിരുന്നു, മുത്തു നബിയെ അംഗീകരിക്കാൻ തയ്യാറാണോ? വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങളൊക്കെ എന്നെയും നിങ്ങളെയും വ്യക്തമായി പഠിപ്പിക്കുന്നു. നമ്മൾ എങ്ങോട്ടാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് തെന്നിപ്പോകാൻ കഴിയോ പ്രിയപ്പെട്ട സുഹൃത്തെ? അതുകൊണ്ടാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പാടിയത്, വവാഖിഫൂന ലദൈഹി ഇൻദ ഹദ്ദിഹിമി മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ ശക്ലത്തിൽ ഹികമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. എല്ലാ നബിമാരും ലോകത്തുള്ള മുഴുവൻ പ്രവാചകരും മുത്തുനബിയുടെ സമീപത്തെത്തുമ്പോൾ അവരുടെ ചാരത്ത് അവർ വന്നു നിൽക്കുന്നു. ഇന്ദ ഹദ്ദിഹിമി, അവർക്കൊരു പരിധിയുണ്ട്, ആ പരിധിയിൽ അങ്ങ് നിൽക്കാൻ. അതിലേറെ മുത്തുനബിയോട് അവർക്ക് അടുക്കാൻ കഴിയില്ല. മുത്തുനബിയുടെ ചാരത്ത് വന്ന് നിൽക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പരിധിയുണ്ട്. എന്താണത്? മൊത്തം നബിമാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തതും അവർക്ക് കൊടുത്തതും കൂടെ അങ്ങനെ കൂട്ടുമ്പോൾ അവർക്കൊരു പരിധിയുണ്ട്, ഒരു ഹദ്ദ്. ആ പരിധി ഏതാണ്? മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ ശക്ലത്തിൽ ഹികമി. മുത്തുനബിക്ക് കൊടുത്ത കണക്കും കയ്യുമില്ലാത്ത പരാവാരം പോലെ പരന്നു കിടക്കുന്ന അറിവ്, അല്ലെങ്കിൽ അതിലേറെ പരന്നു കിടക്കുന്ന ആ അറിവ്, ആ അറിവിലെ ഒരു പുള്ളി മാത്രമാണ് മറ്റു അമ്പിയാക്കളുടെ വിവരം. മിൻ നുഖ്തത്തിൽ ഇൽമി, മുത്തുനബിയുടെ ഇൽമിന്റെ ഒരു പുള്ളി മാത്രമാണ് മറ്റുള്ളവരുടെ വിവരം. ഔ മിൻ ശക്ലത്തിൽ ഹികമി, അല്ലെങ്കിൽ മുത്തുനബിക്ക് കൊടുത്ത ഹിക്മത്തുകളുടെ ഒരു ലമ്മോ ഫത്ഹോ കസ്റോ, ഒരു ഹർക്കത്ത്, ഒരു സ്വരചിഹ്നം, അത് മാത്രമാണ് മറ്റു നബിമാരുടേത്. ഔ മിൻ ശക്ലത്തിൽ ഹികമി. എത്ര നന്നായിട്ടാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ഈ ആശയത്തെ ആവിഷ്കരിച്ചിട്ടുള്ളത്. മറക്കാൻ കഴിയോ? അല്ലാഹു ഖുർആനിൽ പറയുന്നു, എല്ലാ നബിമാരോടും അല്ലാഹു വാക്ക് വാങ്ങിയതാ. മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കാൻ പറ്റുമോ? പറ്റും. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞതും, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. അതേ, ഈമാൻ മദീനത്തേക്ക് മടങ്ങും. ഏതുപോലെ? കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. സർപ്പം അതിന്റെ മാളത്തിലേക്ക് വലിയും പോലെ സർവ്വ മനുഷ്യരുടെയും ഈമാൻ മദീനത്തേക്ക് വലിയും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പല അർത്ഥതലങ്ങളും അതിനുണ്ട്. ചില ആളുകൾ വളരെ പരിമിതമായി ചിന്തിച്ചിട്ട് അവർ പറഞ്ഞു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയണം, അതാണ് അതിന്റെ അർത്ഥം. ഇവർ ഇത്രമാത്രം ബുദ്ധി പരിമിതമായി പോയ ഒരു ടീമായി പോയി. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന എന്ന് പറഞ്ഞ് നിർത്തുവല്ല, പിന്നെ കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ.
ഉദാഹരണ സഹിത റസൂലുള്ള പറയുന്നത്. അതിന് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഉദാഹരണം എത്രമാത്രം സൂട്ടബിൾ ആണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹ, സർപ്പം അതിന്റെ മാളത്തിലേക്ക് വലിയും പോലെ. എന്താണ് അതിന്റെ പ്രത്യേകത? ആ സർപ്പം ഇരയും തേടി പുറത്തിറങ്ങി വെളിയിലിറങ്ങി ഇങ്ങനെ നടക്കുമ്പോ എവിടെന്നെങ്കിലും ഒരു ചെറിയ ഒച്ചപ്പാട് കേട്ടാ മതി, ഒരു ചെറിയ ശബ്ദം, അതിന് ഭീഷണമായ ചെറിയ ഒരു ശബ്ദം കേട്ടാ മതി. ഭീഷണി ഉയർത്തുന്ന ഒരു ചെറിയ സൗണ്ട് കേൾക്കുമ്പോഴേക്ക് തല പൊക്കി പിടിച്ചിട്ട് സർപ്പം വന്ന വഴിക്ക് തന്നെ ഓടിയിട്ട് മാളത്തിലേക്ക് ചെന്നിട്ട് അഭയം തേടുക എന്ന് പറഞ്ഞാൽ, തന്നെ ബാധിക്കുന്ന ഏതു പ്രശ്നത്തിനും സർപ്പം ആദ്യത്തെ അഭയകേന്ദ്രമായി കാണുന്നത് തന്റെ മാളാണ്. എന്നതുപോലെ ഒരു വിശ്വാസിക്ക് ഏതു ഭാഗത്തുനിന്ന് പ്രതിസന്ധി വരുമ്പോഴും അയാളുടെ അഭയകേന്ദ്രമാണ് മദീന. അയാൾ മദീനയിലേക്ക് അങ്ങോട്ട് അഭയം തേടുന്നു. കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. ഇനി മാത്രമാണോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? കഴിഞ്ഞില്ല, ഇനിയുമുണ്ട്. ഈ സർപ്പം പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ എവിടെ പോയാലും അതിന്റെ ചിന്ത മാളത്തേക്ക് പോകുന്ന ചിന്ത മാത്രമായിരിക്കും. എന്തെങ്കിലും ഒന്ന് വയറ് നിറച്ച് കിട്ടിയാൽ ഉടനെ മാളത്തിലേക്ക് വരികണം എന്നതുപോലെ മദീനയിലേക്ക് ഒരു വിശ്വാസിയുടെ കൽബിന്റെ കണക്ഷൻ അത് അറുത്ത് കളയാൻ ഒരിക്കലും സാധ്യമല്ല. അത് റസൂലുള്ളാഹിനെ തിരിച്ചറിയാത്തവർക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ. ഇനി ഞാൻ പറയുന്നത്, റസൂലുള്ള പറഞ്ഞത് നിങ്ങളുടെ ഈമാൻ മദീനത്തേക്ക് മടങ്ങുമെന്നല്ല. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരുടെ ഈമാനും മദീന ടച്ച് ചെയ്യാത്ത ഈമാനില്ല. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. എല്ലാ മനുഷ്യരുടെയും, അത് ഖുർആനിൽ നമുക്ക് തെളിയുന്നുണ്ട്, അവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഖുർആൻ കളവാവണം, അല്ലെങ്കിൽ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തില്ല എന്ന് പറയാൻ ധൈര്യം വേണം. അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കാനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ആ ബഹുമാനിക്കാൻ പേടിക്കുന്ന ഒരു ടീം അങ്ങനെ നമ്മൾ ആയിപ്പോകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചോളൂ. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന എന്താ പറയുന്നത്? റസൂലുള്ളാഹി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണോ? റസൂലുള്ളാഹി തങ്ങൾ ഒരു സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് പ്രയോഗിക്കാൻ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ, 40 വയസ്സ് വരെ ഒരു മയമാക്കയായിരുന്നു എന്ന് പറയാനുള്ള ധൈര്യമുണ്ടെങ്കിൽ, അവരോട് നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സുഹൃത്തേ, നീ ഒരൽപ്പം സഹിഷ്ണുത കാണിച്ചേ പറ്റൂ. അള്ളാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് വാദിച്ച് കുടുങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നും സമർത്ഥിക്കാൻ ഇത്തരം കടുങ്കൈകളാവരുത്. ഇത്തരം കടുങ്കൈ അത് ആപത്താണ്. കണ്ണിൽ ചൊരയില്ലാത്ത സമീപനം മുത്തുനബിയോട് നടത്തരുതേ. ഇത് തീർത്തും ഹബീബിനോടുള്ള ധിക്കാരമാണ്, ശരിയല്ല. ഇങ്ങനെ ഒരിക്കലും പറഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ ഹബീബിനെ ബഹുമാനിക്കാനാ പഠിപ്പിച്ചത്. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? ഒരൊറ്റ ആയത്ത് ഞാൻ പറയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിൽ പറയുന്ന ഒരായത്ത്, ലാ തജ്അലൂ ദുആഅർ റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദാ. വിശുദ്ധ ഖുർആൻ എന്നോട് നിങ്ങളോടും പറയുന്നു, വഅസ്സറൂഹു എന്ന് പറഞ്ഞ ബഹുമാനം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ്. ലാ തജ്അലൂ ദുആഅർ റസൂലി ബൈനക്കും, നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിയെ നിങ്ങൾ ഒരിക്കലും ആക്കരുത് കദുആഇ ബഅദികും ബഅദാ, നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ വിളിക്കും പോലെ ആക്കാൻ പാടില്ല. നിങ്ങൾ ഒരാൾ മറ്റൊരാളെ വിളിക്കുന്ന ലാഘവത്തോടെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വിളിയെ കണ്ടുവിടാം. ഈ വിളി ഏതാ? ജസ്റ്റ് ഒരു വിളി പോലും എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഇതിലൂടെ എന്റെ സുഹൃത്ത് ഇങ്ങനെ നടന്നു പോവാ, സിദ്ദീഖ്, ഞാൻ അവനെ വിളിച്ചു, സിദ്ദീഖേ എന്ന് വിളിച്ചു, അൻവറേ എന്ന് വിളിച്ചു, ജഅഫറേ എന്ന് വിളിച്ചു. ആ വിളിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരന് മനസ്സുണ്ടെങ്കിൽ വിളി കേൾക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോയാ മതി. ഞാൻ മനുഷ്യത്വമില്ലാത്തവൻ എന്ന് പറയും, സംസ്കാരമില്ലാത്തവൻ എന്ന് പറയും. മനുഷ്യത്വവും സംസ്കാരവും സുഹൃത്തിന്റെ വിളിക്ക് ഉത്തരം നൽകലാണ്. ഏറിപ്പോയാൽ ഇത്രേ ഞാൻ പറയൂ. നേരെ മറിച്ച് അയാളുടെ ആദർശത്തെ ബാധിക്കൂല. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി യാ സുദ്ദീഖ് എന്ന് വിളിച്ചാൽ ലബ്ബൈക വസഅദൈക പറഞ്ഞ അവിടെ എത്തിയില്ലെങ്കിൽ, യാ ഉമർ എന്ന് വിളിച്ചാൽ ലബ്ബൈക വസഅദൈക പറഞ്ഞ അവിടെ എത്തിയില്ലെങ്കിൽ, ജഅഫർ എന്ന് വിളിച്ചാൽ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അത് അപകടമാണ്. എന്തപകടം? ആദർശത്തിന് ഭീഷണിയാണ്. ഈമാൻ തന്നെ തെറ്റിപ്പോകുമെന്നതാണ് പണ്ഡിത പക്ഷം. ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അത്തഫ്സീറുൽ കബീറിൽ എഴുതുന്നത് കാണാം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പള്ളിയിലേക്ക് കടന്നു വരുന്നു തഹജ്ജുദ് നിസ്കരിക്കാൻ.
നബി തങ്ങളുടെ കൂടെ തന്റെ പ്രിയപ്പെട്ട മരുമകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമുണ്ട്. കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫറആ നായിമൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഒരാൾ കിടന്നുറങ്ങുന്നത് കാണുന്നു. അല്ലാഹുവിന്റെ ഹബീബ് അലിയാരെ വിളിച്ചിട്ട് പറഞ്ഞു, നബ്ബിഹു യാ അലി ലിയഖൂമ വയതവല്ല. അലി, വിളിച്ചുണർത്തയാളെ, അയാൾ എഴുന്നേറ്റ് ഉദു എടുത്ത് നിസ്കരിക്കട്ടെ. അപ്പൊ അലിയാരിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു മനുഷ്യനെ തഹജ്ജുദിന് വിളിക്കാന്ന് പറഞ്ഞാൽ എത്ര പുണ്യമുള്ള കാര്യമാണ്. അതെന്താണാവോ എന്നെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്, റസൂൽ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ റസൂലുള്ളാഹി ഏൽപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയൂല. കാരണം റസൂലുള്ളാഹിയൊക്കെ ചെയ്ത ഖൈറിന്റെ ബാക്കി മാത്രമേ ഞങ്ങൾക്കൊക്കെ കിട്ടാറുള്ളൂ, അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. എന്തുകൊണ്ടാണാവോ ഇത്രയും നല്ല ഒരു പണി എന്നെ ഏൽപ്പിക്കാൻ കാരണം ചിന്തിച്ചു. എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് നിന്നിട്ട് ചോദിക്കുന്ന, അല്ല നബിയെ, ഒരു മനുഷ്യനെ തഹജ്ജുദിൽ നിന്ന് വിളിക്കുന്നത് പുണ്യകരമല്ലേ? ആ മനുഷ്യനെ നിങ്ങൾ വിളിക്കാതെ എന്നെ ഏൽപ്പിക്കാൻ കാരണമെന്താണ്? ഇന്നക സബ്ബാഖുൻ ഇലൽ ഖൈരി യാ റസൂലല്ലാഹ്. നബിയെ, എപ്പോഴും ഖൈറിൽ മുന്നിലെത്തുന്ന ആളാണല്ലോ നിങ്ങൾ. എല്ലാ ഖൈറും നിങ്ങൾ ചെയ്തതിന്റെ ബാക്കിയേ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ. ഇതെന്താ എന്നെ ഏൽപ്പിക്കാൻ കാരണം? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഖാല ഫഇന്ന റദ്ദഹു ലൈസ അലൈക ബികുഫർ ഫഇന്ന റദ്ദഹു അലൈക ലൈസ ബികുഫർ. റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി എന്താണ്? ആ മറുപടിയുടെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളണം. റസൂലുള്ള പറഞ്ഞു, അലി, ഞാൻ അയാളെ വിളിക്കുന്നത് ഉറക്കഭ്രാന്തെന്നാ. ഉറക്കഭ്രാന്തെന്ന് വിളിക്കുമ്പോ എങ്ങനെയാ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. നമ്മളെ കൂട്ടത്തിലൊക്കെ പലരും ഉണ്ടാകും, രാവിലെ ഭാര്യക്ക് കാലെത്തുന്ന ദൂരത്തുനിന്നൊന്നും വിളിക്കാൻ പറ്റാത്തവരുണ്ടാകും. കാരണം ഉറക്കഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതിയാ, വേഗം ബോധ്യപ്പെടും. അതുകൊണ്ട് അടുത്തുനിന്ന് വിളിക്കാൻ പറ്റാത്തവരുണ്ടാകും. അപ്പൊ ഉറക്കഭ്രാന്ത് എന്താ പറയാൻ കഴിയില്ല. ഒരു പക്ഷേ വിളിച്ചവനോട് പറയും, നീ പോയി നിന്റെ പണി നോക്ക് എന്ന് പറയും. അത് റസൂലുള്ള വിളിക്കുമ്പോ റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ അയാളുടെ കഥ കഴിഞ്ഞത് തന്നെയാ. അപ്പൊ റസൂലുള്ള പറയാണ്, ഫഇന്ന റദ്ദഹു അലൈക ലൈസ ബികുഫർ. ഉറക്കഭ്രാന്തിന്ന്, ഉറക്കച്ചടവിൽ നിന്ന് അയാൾ എന്തു പ്രതികരിച്ചാലും ഇനി നീ വിളിച്ചിട്ട് അയാൾ എഴുന്നേറ്റില്ല എന്ന് വെക്കുക, നിന്നെ അയാൾ അവഗണിച്ചു എന്ന് വെക്കുക, നിന്റെ വിളി അയാൾ റദ്ദ് ചെയ്തു എന്ന് വെക്കുക, ലൈസ ബികുഫ്രിൻ, അത് അയാളുടെ ആദർശത്തെ ബാധിക്കൂലല്ലോ, കുഫറല്ലല്ലോ അത്. ഞാൻ വിളിച്ചിട്ട് ഉണർന്നില്ലെങ്കിൽ കുഫറാണ്. ലാ തജഅലു ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. ഖുർആൻ പരിചയപ്പെടുത്തുന്നു, റസൂലുള്ളാഹി വിളിച്ചാൽ ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഈമാൻ തന്നെ തെറ്റിപ്പോകുന്നതാണ്. അയാൾ വിളിച്ചപാടെ എഴുന്നേറ്റു, നിസ്കരിച്ചു, അതുകൊണ്ട് അയാൾക്ക് കൂലി കിട്ടി. വിളിച്ച നിനക്ക് കൂലി കിട്ടി, വിളിക്കാൻ പറഞ്ഞ എനിക്ക് കൂലി കിട്ടി, ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ഓതി പഠിച്ച സമയത്ത്, കിതാബുകൾ ഓതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താ, ബാങ്ക് കൊടുക്കുന്നതിനും ഇഖാമത്ത് വിളിക്കുന്ന, ബാങ്ക് കൊടുക്കുന്നതിനും ഇമാമത്ത് നിൽക്കുന്നതിനും ഇതിലേറ്റവും പ്രാധാന്യം ഏതിനാ? ഏറ്റവും കൂടുതൽ ശറഫ് ഏതിനാ? ബാങ്ക് കൊടുക്കുന്നതിനാണ്. ഫത്ഹുൽ മുഈനിലൊക്കെ നമ്മൾ പ്രബലമാക്കിയത് അങ്ങനെയല്ലേ? ബാങ്ക് വിളിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറയുമ്പോ ഒരു ചോദ്യം അവിടെ വരുന്നു, എന്നിട്ട് ഇത്രയും അഫ്ളലായ ഒരു പണി, വളരെ വലിയ പ്രാധാന്യമുണ്ട് ബാങ്ക് കൊടുക്കുന്നവർക്ക്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭരണത്തിരക്കില്ലായിരുന്നെങ്കിൽ ഞാൻ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ നിൽക്കുമായിരുന്നു സ്ഥിരമായിട്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രയും വലിയ കാര്യമാണ്. എന്നാൽ നാളെ ബാങ്ക് കൊടുക്കുന്നവർ മഹ്ശറാ ലോകത്ത് വരുമ്പോൾ അവരെ തലയെടുപ്പുള്ളവരായിട്ട് കാണാൻ കഴിയും. ഈ ബഹുമതിയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചതാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് ഈ മഹത്വവും ബഹുമാനവും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ച നബിതങ്ങള് ജീവിതത്തിൽ ഒരിക്കൽ പോലും ബാങ്ക് കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ടാണിത് എന്ന ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്ക്. എന്തുകൊണ്ടാണിത്? എന്തുകൊണ്ടേ നബിതങ്ങൾ ബാങ്ക് കൊടുക്കാതിരുന്നത്? ഒരു ചർച്ച. നമ്മൾ സാധാരണ ചിന്തിച്ചിട്ടുണ്ടാവും, ഇത്രയും വലിയൊരു മഹത്തമായ ആരാധനയായിട്ട് റസൂൽ എന്തുകൊണ്ട് ചെയ്തില്ല? അതേസമയം റസൂൽ വഫാത്താകുവോളൂ ഇമാം എന്നത് ആരാ? റസൂലുള്ളാഹിയാണല്ലോ ഇമാം നിന്നത്. പിന്നെ എന്തുകൊണ്ട് ഇത്? ഇമാം നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ പറയുന്ന ന്യായം, ഞാൻ ആ ന്യായം ഇങ്ങനെ വായിക്കുന്ന സമയത്ത് സുഹൃത്തെ ഒരല്പസമയം അന്തിച്ചു നിന്നുപോയി. എന്താ കാരണം എന്നറിയോ?
ആ മഹാന്മാരൊക്കെ ആ ആശിക്കീങ്ങളൊക്കെ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ അങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. നമുക്കൊന്നും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഖാലൻ നൈസാബൂരിയു അൽ ഹിക്മതു ഫീ കൗനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഉമ്മു വലാകിൻ ലാ യുഅദ്ദിനു. നബി തങ്ങൾ ഇമാം നിൽക്കാറുണ്ടായിരുന്നു, പക്ഷേ ബാങ്ക് കൊടുക്കാറില്ലായിരുന്നു. സംഗതി ബാങ്കാണല്ലോ ഇമാമിനേക്കാൾ അഫ്ളല്. അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആ കാര്യത്തില്. ഈ അഭിപ്രായം അനുസരിച്ച് എന്തുകൊണ്ട് തിരുനബി ബാങ്ക് കൊടുത്തില്ല? എന്നിട്ട് പറയാൻ, അൽ ഹിക്മതു ഫീ കൗനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഉമ്മു വലാകിൻ ലാ യുഅദ്ദിനു ലൗ അന്നഹു അദ്ദന ലൗ അദ്ദന. കാരണം മുത്തുനബി എങ്ങാനും ബാങ്ക് വിളിച്ചാൽ, നബി തങ്ങൾ വിളിച്ചു പറയുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഒന്നും വരാനില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു കുഴപ്പവും വരാനില്ല. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഹയ്യ അലസ്സലാഹ് എന്ന് നബി എങ്ങാനും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിലേക്ക് വാ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വാ എന്ന് നബി തങ്ങൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇമാം നൈസാബൂരി പറയുകയാണ്, ലൗ അന്നഹു ലൗ അദ്ദന ലകാന കുല്ലു മൻ തഖല്ലഫ അനിൽ ഇജാബത്തി കാഫിറാ, ലകാന കുല്ലു മൻ തഖല്ലഫ അനിൽ ഇജാബത്തി കാഫിറാ. റസൂലുള്ളാഹിയുടെ വിളിക്ക് ഉത്തരം പറഞ്ഞ് പള്ളിയിൽ വന്ന് നിസ്കരിക്കാത്തവൻ കാഫിറായി പോകുമെന്നതുകൊണ്ടാണത്. കാരണം വേറെ ഒരാൾ ഹയ്യാല സ്വലാ എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം ചെയ്യും പോലെയല്ല. റസൂലുള്ള ഹയ്യാല സ്വലാ എന്ന് പറഞ്ഞാണ്ട് വിളിച്ചാൽ ലാ തജാലു ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദ, ഉടൻ അവിടെ എത്തിക്കൊള്ളണം. ലക്കാന കുല്ലു മൻ തഖല്ലഫ അനിൽ ഇജാബത്തി കാഫിറ. ഇവരൊക്കെ എങ്ങനെയാ അല്ലാഹുവിന്റെ റസൂലിനെ ആദരിച്ചത്? ഇവരൊക്കെ മനസ്സിലാക്കേണ്ടതുപോലെ അത് ഉൾക്കൊള്ളേണ്ട ഗൗരവത്തിൽ സംഗതികൾ ഉൾക്കൊണ്ടു എന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ നിസ്കാരത്തിലേക്ക് വാന്ന് പറഞ്ഞാൽ പിന്നെ വരേണ്ട വേണം. അപ്പൊ റസൂലുള്ള ചിന്തിച്ചു, എന്ത് ജോലി തിരക്കുകളും മറ്റൊക്കെ ഉള്ളവരുണ്ടാവില്ല, ആർക്കെങ്കിലുമൊക്കെ എത്തിപ്പെടാതിരിക്കാൻ നിർബന്ധാവസ്ഥയുള്ളവരുണ്ടാവും. അന്നൊക്കെ ബാങ്ക് കേട്ടാൽ എല്ലാവരും പള്ളിയിൽ വരും. എന്നാലും ഏതെങ്കിലും ഒരാൾക്ക് ജോലി തിരക്കിനിടയിൽ ബാങ്ക് കേട്ടിട്ട് പള്ളിയിൽ വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ബാങ്ക് കൊടുത്തു എന്നതുകൊണ്ട് അയാളുടെ ഈമാനെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു, കൊടുത്തോളൂ ബിലാൽ ബാങ്ക്. ലാ തജഅലൂ ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദാ. കഴിഞ്ഞില്ല. ഈ ആയത്തിന് തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ധാരാളം വ്യാഖ്യാനങ്ങൾ നൽകിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുമ്പോൾ നമ്മൾ ഒരാൾ മറ്റൊരാളെ വിളിക്കും പോലെ വിളിക്കരുത്. അങ്ങനെയും അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് പണ്ഡിതന്മാർ. ഒരുപാട് 3 വ്യാഖ്യാനങ്ങൾ പ്രശസ്തമായത് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനം കാണിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നബി തങ്ങളെ വിളിക്കുമ്പോഴും യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്ന് ബഹുമാനപൂർവ്വം വിളിക്കുന്ന ശൈലി വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. ഹബീബിനെ കുറിച്ച് സാധാരണ ഒരു അറബി പയ്യൻ എന്ന് പറയുന്ന പ്രയോഗവും മെഹമാക്ക എന്ന് പറയുന്ന പ്രയോഗവും സഹോദര അരുത്, സഹോദര അരുത്. അതൊക്കെ ഈമാനിന്റെ കുറവാണ്. ഖൽബിന് നിറം പോരാ. അതുകൊണ്ടാണ് ഈ രൂപത്തിലൊക്കെ പറയാൻ സാധിക്കുന്നത്. ഈമാനുള്ളവർക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് കാണിച്ച ആദരവുകൾ, ബഹുമാനങ്ങൾ അത് വളരെ കൂടുതലായി പറയാനുണ്ട്. പക്ഷേ ഈ സമയം അനുവദിക്കാത്തത് കൊണ്ട് സമയം ഒരുപാട് പിന്നിട്ടു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ലാ തജഅലൂ ദുആ അർ-റസൂൽ ബൈനക്കും കദുആഇ ബഅദികും ബഅദാ. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് കദുആഇ ബഅദികും ബഅദാ, നിങ്ങളിൽ ഒരാൾ മറ്റൊരാളോട്, ചെറിയ ഒരാൾ വലിയ ഒരാളോട് അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പറയുന്ന ഒരു പ്രാർത്ഥന പോലെ നിങ്ങളതിനെ കാണരുത്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, റസൂലുള്ളാഹി തങ്ങളുടെ പ്രാർത്ഥന മഖ്ബൂലാണ്. ഇന്ന ദഅവതഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തജാബത്തുൻ ലാ മറദ്ദ ലഹാ ഇൻദല്ലാഹ്. നബി തങ്ങൾ എപ്പോ പ്രാർത്ഥിച്ചോ അതിന് രണ്ടാം കൈയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ
ആ CD-യിൽ ആ സഹോദരൻ ഇങ്ങനെ പ്രഭാഷണം നടത്തുമ്പോൾ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സാധാരണത്വം അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്ന എത്രയോ പ്രതിസന്ധി ഘട്ടത്തിൽ തിരുനബി ദുആ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല, പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ദുആ എന്നും അത് മഖബൂലാണ്, എന്നും അത് മഖബൂലാണ്. ഹബീബിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അതൊരിക്കലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തട്ടിക്കളയുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഹബീബിന്റെ അടുത്ത് ചെന്നു നിന്ന് നമ്മുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. എന്തിന്? നമ്മുടെ കണ്ണീര്, നമ്മുടെ സങ്കടം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാണുകയും ഹബീബിനോട് നമ്മൾ റെക്കമെൻഡിന് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചോനെ, എന്റെ പാവപ്പെട്ട ഉമ്മത്തി ഇതാ കരയുന്ന, നിന്നെ പേടിച്ച് കരയാൻ, നരകം പേടിച്ച് കരയാൻ അങ്ങ് പുറത്തു കൊടുത്താള റബ്ബേ. പറഞ്ഞു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എത്രയും പെട്ടെന്ന് നമുക്കൊക്കെ ഹുജ്റത്തു ശരീഫയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, റസൂലുള്ളാഹിയോട് ശഫാഅത്ത് തേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണേണ്ടത് അതർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർത്തും ഒരു വ്യത്യസ്ത വ്യക്തിത്വം തന്നെയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ബർക്കത്തിന് വേണ്ടി ആ ഒരൊറ്റ സംഭവം പറയാം. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ദീർഘമായ ഒരു ഹദീസ്. അബൂ ഹുറൈറ പറയുന്ന, എന്റെ ഉമ്മ മുശ്രിക്കത്തായിരുന്നു, എന്റെ ഉമ്മ മുശ്രിക്കത്തായിരുന്നു. മുശ്രിക്കത്തായ എന്റെ ഉമ്മ, ആ ഉമ്മയുമായി നല്ല ബന്ധത്തിൽ തന്നെ ഞാൻ ജീവിച്ചു പോന്നു. ഉമ്മാക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്, എനിക്ക് ഉമ്മയോടും ഇഷ്ടമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. ഞാൻ പലപ്പോഴും ഉമ്മാനെ ദഅവത്ത് നടത്തിയിട്ടുണ്ട്, ദീനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഉമ്മത്തിയാവാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം നിരസിച്ചു. ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോൾ എന്റെ ഉമ്മ എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പറഞ്ഞു, എന്റെ തിരുനബിയെ പറ്റി. റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് ഉടനെ തന്നെ ഓടി വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബേ, ഓടി വന്നിട്ട് പറയാൻ, നബിയേ, മുശ്രിക്കത്തായ ഉമ്മമാരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താൻ നിങ്ങൾ അനുവാദം തന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എനിക്ക് എൻ്റെ ഉമ്മയോട് ഇഷ്ടമാണ്, എൻ്റെ ഉമ്മക്ക് എന്നോടും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പലപ്പോഴും അള്ളാഹുവിന്റെ സത്യദീനിലേക്ക് ഉമ്മാനെ വിളിച്ചിട്ടുണ്ട്. ലാകിൻ ദഅൗതുഹൽ യൗമ ഫഅസ്മഅത്നി ഫീക മാ അക്റഹു യാ റസൂലല്ലാഹ്. ഇന്ന് ഞാൻ എൻ്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് വിളിച്ചപ്പോൾ നബിയെ, അങ്ങയെപ്പറ്റി എനിക്ക് വെറുപ്പുള്ള ഒരു കാര്യം പറഞ്ഞു. ആ കള്ളന്റെ മതത്തിലേക്ക് എന്നെ വിളിക്കണ്ട. അതൊരു ഉദാഹരണം മാത്രമാണ്. അബൂ ഹുറൈറ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? എനിക്ക് താങ്ങാൻ കഴിയാത്ത അങ്ങേയറ്റം വെറുപ്പുള്ള ഒരു കാര്യം എൻ്റെ ഉമ്മ തിരുനബിയെ, ഹബീബായ നബിയെ, അങ്ങയെപ്പറ്റി പറഞ്ഞു പോയി യാ റസൂലല്ലാഹ്. അതുകൊണ്ട് നബിയെ, എനിക്ക് ഉറപ്പുണ്ട്, അങ്ങൊന്ന് ദ്വാരന്നാൽ എന്റെ ഉമ്മക്ക് ഹിദായത്ത് കിട്ടും. ഇനി ഈ ബന്ധം മുന്നോട്ട് പോകാൻ വിഷമാണ്. അതുകൊണ്ട് എന്റെ ഉമ്മ ഹിദായത്തിലേക്ക് വന്നെങ്കിലേ പറ്റൂ. നിങ്ങളെ ചീത്ത പറഞ്ഞിട്ട് ഉമ്മയുമായി നല്ല ബന്ധത്തിൽ പോകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നബിയേ, ഉദുഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് ദ്വാരക്കു നബിയേ, അയ്യഹ്ദിയ ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ പടച്ചോനോടൊന്ന് ദ്വാരക്കോ നബിയെ. നിങ്ങൾ ദ്വാരന്നാൽ ഉത്തരം കിട്ടുന്ന എനിക്ക് ഉറപ്പാണ്. സ്വഹീഹ് മുസ്ലിം എടുത്തു നോക്കിയാൽ കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സദസ്സിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് ദ്വാരക്കാൻ, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ. പടച്ചോനെ, അബൂ ഹുറൈറന്റെ ഉമ്മക്ക് നീ ഹിദായത്ത് കൊടുക്കണേ. അബൂ ഹുറൈറ പറയാൻ, ഫഖറജ്തു, ഞാൻ ഉടനെ തന്നെ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് പുറപ്പെട്ടു. മുസ്തബ്ശിറൻ ബിദഅവതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി പ്രാർത്ഥിച്ചല്ലോ എന്ന സന്തോഷം കൊണ്ടാണ് ഞാൻ പുറപ്പെട്ടത്. എന്തേ കാരണം? അള്ളാന്റെ ഹബീബ് ദ്വാരന്നാൽ ഉത്തരം കിട്ടുന്ന എനിക്ക് ഉറപ്പാണ്. ഞാൻ നേരെ പുരയിലേക്ക് വന്നു, വീട്ടിലേക്ക് വന്നു. കാരണം ഇനി എൻ്റെ ഉമ്മാനോട് ഉമ്മ ഇസ്ലാമിലേക്ക് പോരൂ എന്ന് പറഞ്ഞാൽ ഉമ്മോട് വരുന്ന എനിക്ക് ഉറപ്പാണ്. അബൂ ഹുറൈറ പറയാ, അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കടന്നു വന്നു. വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഫഇദൽ ബാബു മുജാഫ്, വാതില് അടഞ്ഞു കിടക്കുക. അടഞ്ഞു എന്നല്ല, സാക്ഷിയിട്ട് അടച്ചിട്ടുണ്ട്, തള്ളിയിട്ട് തുറക്കുന്നില്ല, കുറ്റിയിട്ട് അടച്ചിരിക്കുന്നു. ഓ, ഞാൻ വാതിലിൽ മുട്ടിയപ്പോ എൻ്റെ ഉമ്മ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, മക്കാനക യാ അബാ ഹുറൈറ,
മക്കാനക യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ നിൽക്കുന്നിടത്ത് അവിടെ നിൽക്ക, ഞാൻ ഇപ്പോഴങ്ങ് വരാം, കുറച്ചു നേരം അവിടെ നിൽക്ക അബൂ ഹുറൈറ, ഞാൻ ഇപ്പോഴങ്ങ് എത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ശബ്ദിച്ചു, എന്താണ് എന്റെ ഉമ്മക്ക് വീട്ടിനകത്ത് പണി. ഫസമിഅ്തു ഖശ്ഖശത്തുൽ മാ, അപ്പൊ വെള്ളം ഇങ്ങനെ തെറിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ മനസ്സിലാക്കി എന്റെ ഉമ്മ കുളിക്കാൻ. കുളി കഴിഞ്ഞാൽ വാതിൽ തുറന്നു തരും. എന്തിനാ കുളിച്ചതൊന്നും എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതെ, എന്റെ ഉമ്മ ദേഹശുദ്ധി വരുത്തുകയാണ്. കുളി കഴിഞ്ഞ് വലബിസത്ത് ദിറഅഹ വസിയാബഹ വഹിമാറഹ, വസ്ത്രമൊക്കെ ധരിച്ച് മുഖമക്കനെയൊക്കെ ധരിച്ച് എനിക്ക് വന്നിട്ട് വഫതഹത് ലിയൽ ബാബ്, എനിക്ക് വേണ്ടി വാതിലിങ്ങ് തുറന്നു തരുമ്പോ തഖൂലു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ എന്റെ ഉമ്മനെ ജസ്റ്റ് ഒരു വിളി പോലും വിളിക്കേണ്ടി വന്നില്ല. നബി തങ്ങൾ ദുആ ചെയ്തു. ആ ദുആ ചൂടാറാതെ അള്ളാഹു സ്വീകരിക്കുകയാണ്. ചൂടോടെ കബൂൽ ലഭിക്കുന്നു, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഉമ്മ വാതിൽ തുറന്നു വരുമ്പോ എന്നിൽ നിന്ന് ഒരു പ്രലോഭനവും ഇല്ലാതെ ഉമ്മ പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പടച്ചോനെ, അതങ്ങോട്ട് കേട്ടപ്പോൾ ഞാൻ വല്ലാതെയായി, എന്റെ മനസ്സ് വല്ലാതെയായി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഹബീബിന്റെ ഹദറത്തിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ഖദ് അജാബല്ലാഹു ദഅവതക യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകിയിരിക്കുന്നു നബിയേ. അതുകൊണ്ട് ഹബീബേ, ഒരു പ്രാർത്ഥന ചൂടാറാതെ പലിച്ച കണ്ട എനിക്ക് അങ്ങയോടൊരു ചെറിയ അപേക്ഷയും കൂടെ പറയാനുണ്ട്. നിരസിക്കരുത് നബിയെ, തള്ളരുത് നബിയെ, പാവപ്പെട്ടവന്റെ അപേക്ഷ സ്വീകരിക്കണേ. എന്താണ് അബൂ ഹുറൈറ നിനക്ക് പറയാനുള്ളത്? റസൂലുള്ള ചോദിച്ചപ്പോ അബൂ ഹുറൈറ പറയാൻ, നബിയെ, നിങ്ങളൊന്ന് ദുആ ചെയ്യണം. അയ്യുഹബ്ബിബനി ഉദ്ഉല്ലാഹ അയ്യുഹബ്ബിബനി വഉമ്മി ഇലാ ജമീഇൽ മുഅ്മിനീൻ വഅയ്യുഹബ്ബിബഹും ഇലൈനാ. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും എന്നെ എന്റെ ഉമ്മാനെ ഇഷ്ടാവണം, ഞങ്ങൾക്ക് അവരെ ഇഷ്ടാവണം. ഒന്ന് ദുആരക്കൂ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റ് നിന്നിട്ട് ദുആ ചെയ്തു കൊടുക്കുന്നു. അല്ലാഹുമ്മ ഹബ്ബിബ് ഉബൈദക ഹദാ വഉമ്മഹു ഇലൽ മുഅ്മിനീന വഹബ്ബിബുഹും ഇലൈഹിമാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുത്തു, മുഴുവൻ മുഅ്മിനീങ്ങൾക്കൊന്ന് ഇഷ്ടാക്കണേ പടച്ചോനെ. ഹബീബ് അങ്ങോട്ട് ദ്വാരന്നു കൊടുത്തു, മുഅ്മിനീങ്ങൾക്ക് ഇങ്ങോട്ടും ഇഷ്ടാക്കണം, ഇവർക്ക് മുഅ്മിനീങ്ങളോട് അങ്ങോട്ടും ഇഷ്ടാക്കണം. നിന്റെ ഈ കൊച്ചടിമയെ നിന്നെ എല്ലാ മുഅ്മിനീങ്ങളെയും ഇഷ്ടമുള്ള ആളാക്കണം, മുഅ്മിനീങ്ങൾക്ക് ഇവരെയും ഇഷ്ടാക്കണേ പടച്ചോനെ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി, തങ്ങള് അബൂ ഹുറൈറക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ പറയാൻ, ആ പ്രാർത്ഥന എപ്പോഴാണോ തിരുനബിയുടെ നാക്കിൽ നിന്ന് പുറത്തേക്കങ്ങ് വന്നത്, അന്ന് മുതൽ ഒരത്ഭുതമുണ്ടായി. എന്താന്ന് പറയാതെ ഒറ്റ മിനിറ്റേ പറയേണ്ടതുള്ളൂ, അത് പറഞ്ഞിട്ട് ദുആ ചെയ്ത് നമുക്ക്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, എന്നാണോ ആ ദുആ എന്റെ ഹബീബിന്റെ വായിൽ നിന്ന് വീണത്, അന്ന് മുതൽ അല്ലാഹുവാണ് സത്യം. ഫമാ യസ്മഉ ബി മുഅ്മിനും വലാ മുഅ്മിനത്തും വലാ യറാനി ഇല്ലാ ഖദ് അഹബ്ബനി. പിന്നെ ലോകത്തുള്ള ഒരു മൂമിനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മൂമിനത്തായ സഹോദരി എന്നെ കേൾക്കേ എന്നെ കാണേ ചെയ്തിട്ടില്ല, ഇല്ലാ ഖദ് അഹബ്ബനി, എന്നോട് ആ ആൾക്ക് കടുത്ത സ്നേഹം ഉണ്ടായിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ, ലോകത്തുള്ള ഏത് മുഅ്മിനും ഏത് മുഅ്മിനത്തും എന്നെ കണ്ടിട്ടുണ്ടോ, എന്നെ കേട്ടിട്ടുണ്ടോ, ആ സമയത്ത് എന്നോട് വല്ലാത്ത ഇഷ്ടം തോന്നിയിട്ടുണ്ട് അവർക്കൊക്കെ. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുസ്ലിം ലോകത്തിന് ഇത്രയും പ്രിയങ്കരരായി മാറാനുള്ള കാരണം അല്ലേ? മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് പഠനമൊക്കെ നടത്തിയവർ ഏറ്റവും കൂടുതൽ തർദിയത്ത് ചൊല്ലിയത് അബൂ ഹുറൈറയുടെ പേരിലായിരിക്കും. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അബൂ ഹുറൈറയോട് ഒരു കുട്ടിക്കും വെറുപ്പില്ല, മുഅ്മിനീങ്ങൾക്കൊക്കെ അബൂ ഹുറൈറയോട് ഇഷ്ടാണ്. ഇനി ആ അബൂ ഹുറൈറയോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടോ, അവന് ഈമാനിന്റെ ഒരു അംശം പോലും ഉണ്ടാകൂല അല്ലെ? അബൂ ഹുറൈറയോട് വ്യക്തമായ വെറുപ്പ് പ്രകടിപ്പിച്ച ഒരു മനുഷ്യനുണ്ട് ചരിത്രത്തില്. അയാൾ എന്തേ ആയി എന്ന് തന്നെ ആർക്കും അറിഞ്ഞൂടാ. അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അയാൾ എന്താ ആയത് തന്നെ അറിയൂല. ഇപ്പോഴും അയാളുടെ ആ പ്രേതം ഇങ്ങനെ നിലനിൽക്കുകയാണ്. അയാള് കാണാതെ ആയതിന്റെ പിന്നിൽ എന്തു സംഭവിച്ചു എന്നറിയാതെ. അയാള് ഒരിക്കൽ പ്രസംഗിച്ചു, ഇസ്ലാമിൽ മുഴുവൻ കെട്ടുകഥകളും ഉണ്ടാക്കിയത് അബൂ ഹുറൈറയാണ്. ആ അബൂ ഹുറൈറയുടെ ഖബർ എവിടെയാണെന്ന് എനിക്ക് അറിയൂല.
അറിയോങ്കിൽ ഞാൻ ആ ഖബർ മാന്തിയിട്ട് ഒരു എല്ലിന്റെ കഷ്ണെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ചവിട്ടി പൊട്ടിച്ചിട്ട് ഞാൻ അതിനോട് പ്രതികാരം തീർക്കുമായിരുന്നു എന്ന് അയാൾ മലയാളത്തിൽ പ്രസംഗിച്ചിരുന്നു. എന്നാൽ അമ്മനുഷ്യൻ അയാളുടെ ഖബർ എന്ന് പറയപ്പെടുന്ന സ്ഥലം ഒരുപാട് മാന്തി ഒരു അഡ്രസ്സും ഉണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അബൂ ഹുറൈറയോട് വെറുപ്പ് മുസ്ലിം ലോകത്തിൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കുണ്ടാവൂല. കാരണം റസൂൽ ദ്വാരം കൊടുത്തതാണ്. അബൂ ഹുറൈറയെ അയാളുടെ ഉമ്മനെ എല്ലാവർക്കും ഇഷ്ടാക്കണേ പഠിച്ചോനെ, അദ്ദേഹത്തിന്റെ ഉമ്മനെയും എല്ലാവർക്കും ഇഷ്ടാക്കണേ എന്ന് ദ്വാരം കൊടുത്തതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടത് തട്ടപ്പെടുന്ന പ്രശ്നമേ ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുണമായി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം, അത് നമ്മൾ ഉദ്ദേശിക്കും പോലെ തന്നെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കോപം, അത് നമുക്ക് ഏൽക്കുന്നത് നമ്മൾ നന്നായി പേടിക്കണം. അത് വന്നു പെടുന്നതിനെ പേടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടോ, നബിതങ്ങൾ മരിച്ചു, മണ്ണായി പോയി എന്നൊക്കെ പറയാൻ ധൈര്യം കാണിക്കുന്നവരല്ല ഈമാനുള്ളവര്. അവര് ഇന്നും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ആത്മാവിനെന്താ ജോലി എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇമാമിങ്ങളൊക്കെ ഫതാവയിൽ ഇബ്നു ഹജറൊക്കെ പറഞ്ഞത് കാണാം, പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിന്റെ ജോലി എന്താണ് എന്ന് പരിചയപ്പെടുത്തിയത് കാണാം. ആ റൂഹ് ഷരീഫ്, ശറഫാക്കപ്പെട്ട ആത്മാവ് എന്തു ചെയ്യുന്നു അവിടെ രേഖപ്പെടുത്തിയത് കാണാം. മുഅ്മിനീങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സലാമിന് ഉത്തരം പറയുന്നു. കഴിഞ്ഞില്ല, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആത്മീയ സാന്നിധ്യം നല്ല മജ്ലിസുകളിലുണ്ടാവും, ഹബീബിന്റെ മദ്ഹ് പറയുന്ന മജ്ലിസുകളിലുണ്ടാവും. മാത്രമല്ല ഫതാവയിൽ എഴുതിയത് കാണാം, വഹുദൂറു ജനാസത്തി സ്വാലിഹി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സ്വാലിഹീങ്ങള് വഫാത്താകുന്ന സമയത്ത്, മരണപ്പെടുന്ന സമയത്ത് അവരുടെ ജനാസയിൽ പങ്കെടുക്കാൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. ഞാൻ മരിച്ചു കിടക്കുന്ന സമയത്ത് എൻ്റെ വാപ്പ, എൻ്റെ ജേട്ടൻ, എൻ്റെ അനുജൻ, എൻ്റെ മക്കള് അവരൊക്കെ എനിക്ക് വേണ്ടി സങ്കടപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഉറ്റവരുണ്ട്, നിങ്ങളുടെ ഉടയവരുണ്ട്, നിങ്ങളുടെ അയൽക്കാരുണ്ട്, നിങ്ങളെ കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, പരിചയമുള്ളവരുണ്ട്, പരിചയമില്ലാത്തവരുണ്ട്. എല്ലാവരും പള്ളിയിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ തന്നെ ആ കൂട്ടത്തിലുണ്ട്. എന്നാലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ചോദിക്കട്ടെ, അവരുടെ ആരെങ്കിലും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പ് പറയാൻ നമുക്ക് പറ്റുമോ? പറ്റുന്നത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആത്മാവ് ആ തിരക്കിനിടയിൽ അവിടെ എവിടെയെങ്കിലും വന്നു നിന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു എന്ന് പറഞ്ഞ എൻ്റെ പാവപ്പെട്ട ഈ ഉമ്മത്തിക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് തിരുനബിയുടെ ആ ശറഫാക്കപ്പെട്ട ആത്മാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ടതില്ല. ലാ തജഅലു ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദാ. വിശുദ്ധ ഖുർആൻ ഈ കാര്യം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തു ചെയ്യണം? അവിടെ പറഞ്ഞതുപോലെ സാലിഹി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സാലിഹീങ്ങളുടെ പട്ടികയിൽ പെടണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ചിന്തിച്ചോ, സാലിഹി ഹാദിഹിൽ ഉമ്മ എന്ന് പറയണമെങ്കിൽ നബി തങ്ങളെ തെറി പറയാത്ത ഉമ്മത്തിയാവണം, നബി തങ്ങളെ ആദരിക്കുന്ന ഉമ്മത്തിയാവണം, നബി തങ്ങളുടെ സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന ഉമ്മത്തിയാവണം. ഇശാ മഗ്രിബിന്റെ ഇടയില് റിയാലിറ്റി ഷോകളുടെ എപ്പിസോഡുകളുടെ മുമ്പില് സമയം കൊല്ലുന്ന പെണ്ണാകരുത്, സീരിയലുകളുടെ എപ്പിസോഡുകളുടെ മുമ്പില് സമയം കൊല്ലുന്ന പെണ്ണാകരുത്, അശ്ലീല സാഹിത്യങ്ങളുടെയും ചിത്രങ്ങളുടെയും മുമ്പില് സമയം കൊന്നുകളയുന്ന പെണ്ണായി പോകരുത്, അവളുടെ മാംസള ഭാഗങ്ങള് അന്യരിലേക്ക് പ്രദർശിപ്പിക്കുന്ന പെണ്ണായി പോകരുത്. എന്നാൽ നമുക്ക് വേണ്ടി ഹബീബായ റസൂലുള്ളാഹിയുടെ ആത്മാവ് പ്രാർത്ഥിക്കും, നമ്മൾ രക്ഷപ്പെടും. ബഹുമാനപ്പെട്ട ഇമാമുമാർ എഴുതി വെക്കുന്നു. അതിനുവേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്, അതിനുവേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേറ്റത്തെ ബഹുമാനം കാണിക്കണം. വഅസ്സറൂഹു വനസറൂഹു, 4 കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഒന്ന് ടച്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. വനസറൂഹു, അവര് ഹബീബിനെ സഹായിക്കുകയും വേണം. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങള്
എന്ന് പറഞ്ഞ പ്രതിസന്ധി ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുക. എവിടെ? അന്ന് തിരുനബിയെ സഹായിക്കാൻ ആ ഹബീബ് തങ്ങൾക്ക് കല്ലേറ് വരുമ്പോൾ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടെയുള്ള കൂട്ടുകാരന്. അതേ ഹബീബിന്റെ തലയെടുക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വഹാബത്തിന്. ഹബീബിന് നേരെ ചീത്ത കവിതകൾ പാടിയവരെ അവരെ തകർത്തുകൊണ്ട് പാട്ടുപാടാൻ കഴിഞ്ഞിട്ടുണ്ട് ഹസാൻ റളിയല്ലാഹു അൻഹുവിന്. അതേ കഅബ റളിയല്ലാഹു അൻഹുവിന്. അവർക്കൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്നത്തെ കാലഘട്ടത്തില് തിരുനബിയെ നിർത്തിപ്പൊരിക്കുന്ന ഈ വ്യതിയാന ചിന്താഗതിക്കാരന് മറുപടി പറയാനുള്ള നല്ല ചുണക്കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ സഹായിക്കല്, ഇത്തരം സ്ഥാപനങ്ങളോട് സഹകരിക്കല്, ഇതൊക്കെ വനസറൂഹു എന്നതിന്റെ ഭാഗമായിരിക്കും. ഇക്കോലത്തിലൊക്കെ തിരുനബിയെ പറയുമ്പോ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, നമ്മൾ പ്രതികരിക്കേണ്ടി വരും. ആ പ്രതികരണമാണ് ഇന്ന് ഹബീബിനെ നാനാ ഭാഗത്തു നിന്നും കല്ലെറിയുമ്പോ അതിനെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ നിർബന്ധമായും പ്രതിരോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ വഴിയില, ഈ മാർഗത്തില് റസൂലുള്ളാഹി തങ്ങൾ ആരാണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഹബീബിന്റെ ബഹുമാനം എന്താണെന്ന് ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തണം. അതാണ് ഇന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന വനസറൂഹു, നബി തങ്ങളെ സഹായിക്കുന്ന രൂപം. ഇസ്ലാമിന്റെ പുറത്തു നിന്നും അകത്തു നിന്നും ഒക്കെ റസൂലുള്ളാഹിക്ക് നേരെ കല്ലേറ് വരുമ്പോ അതിനെ പ്രതിരോധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. കണ്ട നിങ്ങൾ, ഈമാൻ ഒന്ന്, ബഹുമാനം ഒന്ന്, സഹായം ഒന്ന്, ഇത്തിബാഴ് വേറെ ഒന്ന്. സാധാരണ മനുഷ്യന്മാരെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ഭാഗമാണ് ഇത്തിബാഴ് ചെയ്യലാണ് സ്നേഹം ബഹുമാനം എന്നൊക്കെ പറഞ്ഞാല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കലാണ്. അല്ല സുഹൃത്തെ, അതിനപ്പുറമാണ് ഈ ബഹുമാനം സ്നേഹം എന്ന് പറഞ്ഞത്. അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ വിഡ്ഢിത്തം വിളമ്പിയത്. കാരണം ഖുർആൻ 4 ഇങ്ങോട്ട് എണ്ണാൻ. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഴ് ചെയ്യുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത സുന്നത്തുകള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുന്നത്തുകള്, അതൊക്കെ ജീവിതത്തിൽ പാലിക്കുക. ഒന്നെങ്കിലും ജീവിതത്തിൽ പകർത്താൻ പറ്റിയാൽ അത് വലിയ നേട്ടമാണ്. പക്ഷെ ഇനി സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാനത് മുന്നോട്ട് പറയുന്നില്ല. കുറച്ചും കൂടെയൊക്കെ നീട്ടാനും ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കാനും ഒരു പക്ഷേ തയ്യാറായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുമ്പം തന്നെ പേടിയുണ്ട്. കാരണം പേരോട് ഉസ്താദിന്റെ സ്ഥാപനത്തേക്ക് വരുമ്പോൾ 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ പ്രസംഗിക്കേണ്ടി വരും. ഞാൻ പൊതുവെ 2 മണിക്കൂറായാൽ പിന്നെ അവിടെയാണ് വെക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ആ സ്ഥിരം ശൈലിയിൽ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. കാരണം പേരോട് ഉസ്താദ് എന്തോ ഒരു കറാമത്ത് എന്നേ അത് പറയാൻ പറ്റുള്ളൂ. നമുക്കെന്തായാലും അങ്ങനെ പറയാനും അങ്ങനെ ദീർഘമായി നിന്ന് പ്രസംഗിക്കാനും കഴിയുമെന്ന് തോന്നുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളിൽ തൗഹീദ്, റിസാലത്ത്, ഇത് സംബന്ധമായി ചെറിയ കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ആഖിറത്ത് എന്ന ചർച്ച വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മാത്രം പുനരുത്ഥാനം, സ്വർഗം, നരകം എല്ലാം കൂടെ കൂട്ടിയിട്ട് 2 മണിക്കൂർ കൊണ്ട് അവതരിപ്പിക്കും. പരമാവധി എല്ലാവരും നേരത്തെ എത്തണം എന്നെല്ലാവരോടും ഉണർത്തുന്നു. റസൂലുള്ളാഹി തങ്ങളെ ഇത്തിബാഴ് ചെയ്യുക, റസൂലുള്ള പറഞ്ഞ സുന്നത്തുകളെയൊക്കെ ജീവിപ്പിക്കുക, നമ്മുടെ കർമ്മവും നമ്മുടെ സ്വഭാവമൊക്കെ ഇസ്ലാമികമായി ചിട്ടപ്പെടുത്തിയെടുക്കുക. ഇതൊക്കെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ഒക്കെ അപ്പുറത്ത് ചില സ്നേഹപ്രകടനങ്ങളും ബഹുമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നതാ സത്യം. അതിന്റെ വ്യക്തമായ നിദർശനമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ, മുത്തബിഉസ് സുന്നഹ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ കാണുന്നത്. എന്താ? ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരു സ്ഥലത്ത് നിന്ന് മൂത്രമൊഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇരുന്നു. അവിടെയും മൂത്രമൊഴിച്ചപ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചു ഇത് എന്താന്ന് വെച്ചു. ആദ്യം എനിക്ക് മൂത്രമൊഴിക്കാനുള്ളത് കൊണ്ട് ഒഴിച്ചതാ, പിന്നെ രണ്ടാമതോന്ന് വെച്ചു. രണ്ടാമത് ഞാനും എൻ്റെ ഹബീബ് ഒരു ദിവസത്തിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഹബീബ് ഇവിടെ എത്തിയപ്പോൾ മൂത്രമൊഴിച്ചിരുന്നു. അപ്പൊ അത് ആലോചിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് രണ്ടാമത് ഉണ്ടാക്കി മൂത്രമൊഴിച്ചതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സുഹൃത്തെ, ഇതിനപ്പോ ഒരു മതവിഷയമായിട്ട് ആരെങ്കിലും കൂട്ടുവോ? തലപ്പാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രാദേശിക ദിനായിരുന്നു എന്ന് പറയുന്നവൻ ഇതിനെപ്പറ്റി എന്തു പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മുമ്പ് നടന്നു നീങ്ങിയപ്പോ വഴിയിലൊരു കൊമ്പുണ്ടായിരുന്നു. ആ കൊമ്പ് മുറിച്ചതിന് ശേഷം അതിലൂടെ പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ കുനിഞ്ഞപ്പോ കൂട്ടുകാര് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഹബീബിന്റെ കൂടെ നടന്നു പോകുമ്പോ അന്ന് ഇവിടെ ഒരു മരക്കൊമ്പുണ്ടായിരുന്നു, അന്ന് നബി ഇവിടെ കുനിഞ്ഞു, അതുകൊണ്ട് ഞാനും കുനിഞ്ഞതാണ്. ഇന്ന് ആ കൊമ്പ് ഇല്ല, എന്നിട്ടും കുനിയുന്നു. എന്താ ഇതിനെക്കുറിച്ച് പറയേണ്ടത്?
ഇതാണ് സ്നേഹം, ഇതാണ് ബഹുമാനം. ഇത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള സംഗതിയാ. ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കി നമ്മൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ആദരിക്കാനും ബഹുമാനിക്കാനും തയ്യാറാകുക. സമയമില്ലാത്തത് കൊണ്ടാണ്. നബി തങ്ങളെ തെറി പറഞ്ഞാൽ 1ന് 10 അള്ളാഹു തിരിച്ചടക്കും. വിശുദ്ധ ഖുർആൻ അതിന് സാക്ഷിയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആ വെളിച്ചത്തിൽ മാത്രം മുത്തുനബി എങ്ങനെ നോക്കിക്കണ്ടാൽ എന്തൊരു സൗന്ദര്യമാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി അവതരിപ്പിച്ചതിന് നൽകിയത്. ഇപ്പോൾ പറയാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം എന്ന വസിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം ആഖിറത്തിനെ കുറിച്ചുള്ള ചർച്ച, പുനരുത്ഥാനം, രക്ഷാശിക്ഷ, സ്വർഗം നരകം, ഇത് നമുക്ക് നാളെ പറയാമെന്ന് പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, സുന്നത്ത് ജമാഅത്തിന്റെ ഗോതയിൽ ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിച്ച ഈ സ്ഥാപനത്തെ നീ ദിനം പ്രതി അഭിവൃദ്ധിയിലേക്ക് നയിക്കണം റഹ്മാനെ. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ നാക്കിനും മനസ്സിനുമൊക്കെ നീ കരുത്തും മനക്കരുത്തും നൽകണേ റഹ്മാനെ. നീ നൽകണേ റഹ്മാനെ. റബ്ബേ, ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളെയും നീ സഹായിക്കണേ റഹ്മാനെ.